അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 97 സങ്കീർത്തനം 10 വാക്യം നമുക്ക് വായിക്കാം. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ, അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു പഠിപ്പിച്ചു. 2 യജമാനനാണ് പ്രപഞ്ചത്തിൽ ഉള്ളത്. ഒന്ന് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവവും, രണ്ടാമത്തെ യജമാനൻ എന്ന് അവകാശപ്പെടുന്നത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നവനും നിഗളം മൂലം ദൈവത്താൽ പുറത്താക്കപ്പെടുകയും ദൈവത്തിൻ്റെ പ്രതിയോഗിയായി ഇന്നും മനുഷ്യവർഗത്തെ ദൈവം വെറുക്കുന്ന പാപങ്ങൾ ഉപായത്താൽ ചെയ്യിക്കുകയും പറയിക്കുകയും എഴുതിക്കുകയും ചിന്തിപ്പിക്കുകയും പാപത്തിൽ ജീവിപ്പിക്കുകയും ചെയ്ത് ദൈവത്തിൽ നിന്നും വേർപെടുത്തുന്ന ഏദൻ തോട്ടത്തിൽ ഹവ്വായെ ഉപായത്താൽ ചതിച്ച് ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിപ്പിച്ച സാത്താൻ ആണ് അവൻ. 2 യജമാനന്മാരെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം 2 യജമാനന്മാരുടെ സ്വഭാവം വ്യത്യസ്തം ആയതാണ്. സൃഷ്ടാവായ ദൈവം സൗമ്യതയും താഴ്മയുമുള്ളവനും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനും പാപത്തെ വെറുക്കുന്നവനും പാപികളെ സ്നേഹിക്കുന്നവനും വെളിച്ചങ്ങളുടെ പിതാവും സ്നേഹസമ്പൂർണനും ആണെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാചും സാത്താനും ആയവൻ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണോ അതിൻ്റെ എതിർ സ്വഭാവം ഉള്ളവനാണ്. സാത്താൻ്റെ സ്വഭാവം 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആരും ഏതു വിധേനയും നിങ്ങൾ ചതിക്കരുത്. ആദിമ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നാം ഇപ്പോൾ കേട്ടത് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യങ്ങളാണ്. തന്നെത്താൻ ഉയർത്തുക എന്നത് സാത്താൻ്റെ സ്വഭാവമാണ്. തന്നെത്താൻ ഉയർത്തുന്ന സ്വഭാവം സാത്താൻ്റേതാകയാലാണ് യേശു പഠിപ്പിച്ചത് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സാത്താൻ തന്നെത്താൻ ഉയർത്തിയെങ്കിൽ യേശു അഥവാ യഹോവയായ ദൈവം തന്നെത്താൻ താഴ്ത്തി. സാത്താൻ സകല മ്ലേച്ഛതകളും ഇഷ്ടപ്പെടുകയും തന്നെ അനുസരിക്കുന്നവരെ കൊണ്ട് സകല പാപവും ചെയ്യിക്കുകയും ചെയ്യുമ്പോൾ ദൈവം സകല മ്ലേച്ഛതകളും വെറുക്കുകയും തന്നെ അനുസരിക്കുന്നവരോട് താൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിനെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. സാത്താൻ സകലരെയും വെറുക്കുവാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ യേശു ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നു. സാത്താൻ തമ്മിൽ തല്ലിക്കുമ്പോൾ യേശു തമ്മിൽ സ്നേഹിക്കണമെന്ന് ഉപദേശിക്കുന്നു. ഒരു വ്യക്തിയിൽ സാത്താൻ കടക്കുമ്പോൾ സ്വന്തം ഭാര്യയെയും സ്വന്തം കുഞ്ഞുങ്ങളെയും സ്വന്തം ഭർത്താവിനെയും സ്വന്തം മാതാപിതാക്കളെയും എന്തിനേറെ തന്നെ ആരെല്ലാം സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവോ അവരെയെല്ലാം വെറുക്കുവാനും അവർക്കെതിരെ ദോഷം പ്രവർത്തിക്കുവാനും തയ്യാറാകുന്നു. എന്നാൽ യേശുവിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തി സകലരോടും ക്ഷമിക്കുന്നു. ഹൃദയത്തിൻ്റെ പിരിമുറുക്കം മാറി സ്വന്തം ആത്മാവിൽ എന്തെന്നില്ലാത്ത സമാധാനത്താൽ ആ വ്യക്തി നിറയുന്നു. ഹൃദയത്തിൽ വിദ്വേഷം വരുത്തുന്ന ജോലി സാത്താൻ്റേതാണെങ്കിൽ ഹൃദയത്തിൽ ദൈവസ്നേഹവും മറ്റുള്ളവരോടുള്ള കരുണയും തോതുമാറാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ഇനി പറയും, നമുക്ക് 2 യജമാന്മാരെ ഒരേ സമയം സേവിക്കുവാൻ കഴിയുമോ? ഇല്ലേ ഇല്ല. യജമാനന്മാരെ പ്രസാദിപ്പിക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സാത്താനെ പ്രസാദിപ്പിക്കുവാൻ പാപം ചെയ്താൽ മാത്രം മതിയാകും. മോഷണം, ദ്രവ്യാഗ്രഹം, നുണ പറയുന്ന സ്വഭാവം, കള്ളത്തരങ്ങൾ ചെയ്യുന്ന സ്വഭാവം, മറ്റുള്ളവർക്കെതിരെ ദോഷം ചിന്തിക്കുന്ന സ്വഭാവം, ഹൃദയത്തിൽ മറ്റുള്ളവരോട് കയ്പായിരിക്കുന്ന സ്വഭാവം, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്ന സ്വഭാവം, കപടഭക്തി, അന്യായവും മുഖപക്ഷവും കാണിക്കുന്ന സ്വഭാവം, വ്യാജം കാണിക്കുന്ന സ്വഭാവം,
അങ്ങനെ പോകുന്നു സാത്താൻ്റെ ഇഷ്ടവിനോദങ്ങൾ. വ്യഭിചാരവും കൊലപാതകവുമാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാത്താൻ്റെ വിനോദമാണ്. ഇവയെല്ലാം നാം ചെയ്താൽ സാത്താൻ നമ്മിൽ പ്രസാദിക്കും, കൂടുതൽ കൂടുതൽ നമ്മെ ഉപയോഗിക്കുകയും ചെയ്യും. മദ്യപാനം, പുകവലി, മുറുക്ക്, വിഗ്രഹാരാധന, മരിച്ചവരോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ബൈബിളിനെ ദുർബലപ്പെടുത്തുവാൻ ഉണ്ടാക്കിയിട്ടുള്ള പാരമ്പര്യം എന്ന പുസ്തകത്തിലുള്ള വിശ്വാസം, ഇതെല്ലാം സാത്താൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടവിനോദം തന്നെയാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ സാത്താൻ ഇഷ്ടപ്പെടുന്നു. കാരണം നിത്യനരകത്തിൽ സാത്താനോടൊപ്പം ഇവരും ഉണ്ടാകും എന്നതാണ് സാത്താനെ സന്തോഷിപ്പിക്കുന്നത്. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഈ വക കാര്യങ്ങളെ വെറുക്കണം എന്ന് കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് താഴ്മയും വിനയവും അനുസരണവും അത്യാവശ്യമാണ്. യേശുവിനെ അനുസരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാം കേട്ട സാത്താൻ ഇഷ്ടപ്പെടുന്ന സകല കാര്യങ്ങളും ദൈവം വെറുക്കുന്നു. നാം കേട്ട രീതിയിലുള്ള പാപപ്രവൃത്തികൾ ചെയ്യുന്ന സാത്താന് വേണ്ടി മാത്രമാണ് ദൈവം നരകം ഒരുക്കിയത്. എന്നാൽ ഭയത്തോടെ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, സാത്താനെ അനുസരിച്ച് അവനിഷ്ടപ്പെടുന്ന പാപപ്രവൃത്തികൾ ചെയ്യുകയോ ദോഷകരമായി മറ്റൊരാളെ ദുഃഖിപ്പിക്കുകയോ എഴുതുകയോ പ്രസംഗിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ അവർ സാത്താൻ്റെ ദൂതന്മാരായി തീരുവാൻ സാധ്യതയുണ്ട്. അവർ ആ ദുഷ്പ്രവൃത്തിയിൽ നിന്നും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നരകം അവർക്കും കൂടി ഉള്ളതായി തീരും. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് യേശു പഠിപ്പിച്ചു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എന്നാണ് യേശു പഠിപ്പിച്ചത്. തൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ടാണ് യേശു പിതാവിനെ പ്രസാദിപ്പിച്ചത്. നാമും ദൈവവചനമാകുന്ന ബൈബിളിൽ എന്തെല്ലാം അനുസരിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അത് അനുസരിച്ചാൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്കും കഴിയുകയുള്ളൂ. ദൈവവചനം നമുക്ക് അനുസരിക്കുവാൻ കഴിയണമെങ്കിൽ നാം ദോഷത്തെ വെറുക്കണം എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നാം മുൻപ് കേട്ട പാപങ്ങൾ ചെയ്യാതിരിക്കണം. 119 സങ്കീർത്തനം 4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രമാണം കൃത്യമായി നാം ആചരിക്കണം. തന്നെയുമല്ല, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ 119 സങ്കീർത്തനം 101 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം ചെയ്യണം. 119 സങ്കീർത്തനം 101 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. തന്നെയുമല്ല, ദുഷ്പ്രവൃത്തിക്കാരുമായി നാം കൂട്ടുകൂടിയാൽ നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിയാതെ പോകുന്നു. 119 സങ്കീർത്തനം 115 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്ന് പോകുവിൻ. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ഇപ്പോൾ ആരെ പ്രസാദിപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്? നാം പാപത്തെ സ്നേഹിച്ച് സാത്താനെയാണോ പ്രസാദിപ്പിക്കുന്നത്, അതോ ദോഷത്തെ വെറുത്ത് ദൈവത്തെയാണോ സ്നേഹിക്കുന്നത്? ഓർക്കുക, ഒരു ജീവിതമേ നമുക്കുള്ളൂ. ആ ജീവിതം എന്ന് തീരുമെന്ന് ഒരു അറിവും നമുക്കില്ല. ആകയാൽ യേശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തി ദോഷത്തെ വെറുത്ത് എല്ലാവരോടും കരുണ കാണിച്ച് എല്ലാവരോടും ക്ഷമിച്ച് നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ പ്രസാദിപ്പിക്കുകയും നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് തന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുവാൻ തക്ക ജ്ഞാനം അങ്ങ് അവർക്ക് കൊടുക്കുകയാണമേ. അങ്ങയുടെ വചനം വായിച്ച് അങ്ങയുടെ വചനം അനുസരിച്ച് ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കർത്താവ് കൊടുത്ത് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.